ഇന്നത്തെ നമ്മുടെ മീനും കുഞ്ഞിൻ്റെ മീനും നോക്കിയാലോ. നത്തോലി വറുത്തത്, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിലധികം അങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നത്തോലി കറി വെച്ച്, ഇതിനകത്ത് കിഴങ്ങിൻ്റെ പീസുണ്ട് കേട്ടോ. ഇത് കിഴങ്ങാട്ടോ, മീനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഉപ്പ് ചെറുതായിട്ട് കൂടി, അതുകൊണ്ട് ഞാൻ 2 കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ട് മാറ്റും, ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പ് മാറി നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ. നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒഴിക്കാനൊന്നും വെച്ചില്ല. ഞാൻ കുഞ്ഞിൻ്റെ നോക്കാം കേട്ടോ. ഇത് കുഞ്ഞിൻ്റെ കേട്ടോ. ഇത് കിഴങ്ങാട്ടോ. കിഴങ്ങ്, ബീറ്റ്റൂട്ട്, പയർ, പിന്നെ കാഷ്യൂ ഇട്ടിട്ടുണ്ട്. കാഷ്യൂ, പിന്നെ വെളുത്തുള്ളി. ഇത് ഇത്രയും കൂടി ഇട്ട് ഇത് ഒരുമിച്ചല്ല കൊടുക്കുന്നത്. ഞാനൊരു 3-4 തവണയായിട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് അടിച്ചത്. പക്ഷെ ചെക്കൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം പോലും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നും കിഴങ്ങും ബീറ്റ്റൂട്ടും കൂടെ ഒരുമിച്ച് അടിച്ചു കൊടുക്കും. പയർ അല്ലാതെ സെപ്പറേറ്റ് കൊടുക്കും. പിന്നെ പയറിൻ്റെ കൂടുതൽ ആ ഒരു കാഷ്യൂവും വെളുത്തുള്ളിയും കൂടെ ഇടും. പിന്നെ ഇതേ ഒരു മുട്ടയും കൂടെ, നല്ല നാടൻ കുഴിമുട്ട. ഇതും കുഞ്ഞിനുള്ള കേട്ടോ. ഇത് ഫുള്ളാവും കഴിക്കത്തില്ല, ഒരു 1/4 ഭാഗം കഴിക്കും, ബാക്കി കൊച്ചിൻ്റെ അമ്മ കഴിക്കും. പിന്നെ ഇത് ക്ഷീണം മാറ്റാനായിട്ട് ലൈം. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ നമ്മുടെ മീനും കുഞ്ഞിൻ്റെ മീനും. നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ബൈ.